ഇന്നലെ ഇന്ദിരാഭവനിൽ KPCC ഓഫീസിൽ MLA-മാരുടെ അഭിപ്രായമെടുക്കൽ കഴിഞ്ഞു. എല്ലാ MLA-മാരും രഹസ്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ആരും അത് പരസ്യപ്പെടുത്തിയിട്ടില്ല. കെ മുരളീധരൻ MLA പറയുന്നത് വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് പരസ്യപ്പെടുത്താം, ആർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം, ആരുടെ പേരാണ് അദ്ദേഹം പറഞ്ഞത്, എന്തുകൊണ്ടെന്നുള്ളത് അദ്ദേഹം കഴിഞ്ഞിട്ട് പറയാമെന്ന് പറയുന്നു. പക്ഷേ ഇന്നലെ ആരും ഒരു MLA 63 MLA-മാരിൽ ഒരാൾ പോലും ഇന്നലെ മനസ്സ് തുറന്നിട്ടില്ല. എന്നാലും പുറത്തു വരുന്ന വാർത്തകളും വിശകലനങ്ങളും സോഷ്യൽ മീഡിയയും മറ്റ് പത്രങ്ങളും മാധ്യമങ്ങളും എല്ലാം കാണുന്ന നിലയിൽ 3 രീതിയിൽ ഈ കാര്യങ്ങളെ വിശകലനം ചെയ്യാം. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് MLA-മാരുടെ പങ്കാളിത്തം കൊണ്ട്, അല്ലെങ്കിൽ MLA-മാർ കൂടുതൽ MLA-മാർ 35-ലധികം MLA-മാർ, അല്ല 35 അല്ലാന്ന് തോന്നുന്നു, 40-45ഓളം MLA-മാർ KC വേണുഗോപാലിന് അനുകൂലമായി വർത്തമാനം പറഞ്ഞു എന്നാണ് അറിയുന്നത്. ഒരു 10-20 MLA-മാർ രമേശ് ചെന്നിത്തല വരട്ടെ എന്നുള്ള അഭിപ്രായക്കാരാണ്. ഒരു 8-10 പേർ VD സതീശൻ വരട്ടെ എന്നുള്ള അഭിപ്രായക്കാരാണ്. എന്തായാലും ആ ഒരു ഫോർമുല നോക്കിയാൽ VD സതീശൻ താഴെയാണ്. എന്നാൽ VD സതീശൻ അനുകൂലമായ കാര്യങ്ങളുണ്ട്, രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂല കാര്യങ്ങളുണ്ട്, KCക്ക് അനുകൂലവും പ്രതികൂലവുമായ കാര്യം എല്ലാവർക്കും. എന്താണ് VDക്ക് അനുകൂലമായ കാര്യങ്ങൾ, പ്രതികൂലമായ കാര്യങ്ങൾ? VD സതീശന് പ്രതികൂലമായ കാര്യങ്ങൾ MLA-മാരുടെ എണ്ണമാണ്. MLA-മാരുടെ പിന്തുണ കുറവാണ് എന്നുള്ളതാണ് VD സതീശൻ. അതും കൂടെ കൂടിയിരുന്നെങ്കിൽ VD സതീശൻ തന്നെ ആകുമായിരുന്നു, രണ്ടാമതൊരു പേര് വരത്തില്ലായിരുന്നു. പക്ഷേ VD സതീശൻ്റെ MLA-മാരുടെ ഒരു പിന്തുണ VD സതീശന് കുറവാണ് എന്നാണ് അറിയുന്നത്. അതൊരു ഡീമെരിറ്റായിട്ട് നിൽക്കും. എന്താണ് മെരിറ്റ്? മെരിറ്റ് എന്ന് പറഞ്ഞാൽ ലീഗിനെ പോലെയുള്ള രണ്ടാം കക്ഷി, കേരള കോൺഗ്രസ്, CP ജോൺ അടക്കമുള്ള ഘടകകക്ഷികളുടെ ശക്തമായ പിന്തുണ VD സതീശന് അനുകൂലമായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അത് പോസിറ്റീവായിട്ടുള്ള ഒരു മെരിറ്റ് ഫാക്ടറാണ്. രണ്ടാമത് VD സതീശന് അനുകൂലമായി കിട്ടിയിരിക്കുന്ന കാര്യം പൊതുജന വികാരം. അത് സോഷ്യൽ മീഡിയ വഴിയായാലും രാഹുൽ ഗാന്ധിയുടെയും KC വേണുഗോപാലിൻ്റെയും എല്ലാവരുടെയും ഈ പ്രൊഫൈലുകൾക്ക്, പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾക്ക് താഴെ വരുന്ന കമൻറ്റുകളായാലും ഒരു പൊതുജന വികാരം കൂടുതലും കിടക്കുന്നത് VD സതീശന് അനുകൂലമായിട്ടാണ്. മാധ്യമങ്ങൾ പലരും നിഷ്പക്ഷത പാലിക്കുന്നു, എങ്കിലും ചില മാധ്യമങ്ങളെങ്കിലും VD സതീശന് അനുകൂലമായി, പത്രങ്ങളുമൊക്കെ അപ്പോൾ ഒരു പണ്ട് VS അച്യുതാനന്ദന് കിട്ടിയ പോലുള്ളൊരു പൊതുജന വികാരവും ഞാനീ പറഞ്ഞ പോലുള്ള ഒരു സോഷ്യൽ മീഡിയ വികാരവും VD സതീശന് അനുകൂലമായിട്ട് നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന് മെരിറ്റായി, ഡീമെരിറ്റായി. രമേശ് ചെന്നിത്തലയുടെ മെരിറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം കുറച്ച് സീനിയറാണ്, പിന്നെ നേരത്തെ മന്ത്രിയായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മെരിറ്റാണ്. സോഷ്യൽ മീഡിയയിലും അദ്ദേഹം VD സതീശൻ കഴിഞ്ഞാൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നു ഈ മുഖ്യമന്ത്രി ആകണമെന്നുള്ള കാര്യത്തിൽ. പൊതുജനാഭിപ്രായത്തിലും അദ്ദേഹമാണ് 2ാം സ്ഥാനം. KC വേണുഗോപാൽ 3ാം സ്ഥാനത്താണ്, 2ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ MLA-മാരുടെ എണ്ണത്തിൽ അദ്ദേഹം 2ാം സ്ഥാനം. സോഷ്യൽ മീഡിയയിലും മറ്റ് കാര്യങ്ങളുടെ കാര്യത്തിലും പൊതുജനാഭിപ്രായത്തിലും അദ്ദേഹം 2ാം സ്ഥാനം. ആ 2 ഒന്നാകുമോ? അത് മെരിറ്റും ഡീമെരിറ്റും നമ്മൾ കണ്ടു കഴിഞ്ഞു. KC വേണുഗോപാലിൻ്റെ മെരിറ്റ് എന്ന് പറയുന്നത് കൂടുതൽ MLA-മാർ KCയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഡീമെരിറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം MP ആണ്. അപ്പോൾ MP സ്ഥാനം രാജിവെക്കണം. അപ്പോൾ അവിടെ ഒരു തിരഞ്ഞെടുപ്പ് വരും ആലപ്പുഴയിൽ. ഇനി ഏതെങ്കിലും മണ്ഡലത്തിൽ ഇരിക്കൂറിലാണ് അദ്ദേഹം മത്സരിക്കുമെന്ന് പറയുന്നത്. പിന്നെ അവിടെ ഒരു ജോസഫ് ഉണ്ട്, അദ്ദേഹത്തിന് സജീവ് ജോസഫ് ഉണ്ട്. ആ സജീവ് ജോസഫിനെ രാജിവെപ്പിച്ച് ഇരിക്കൂറിൽ മത്സരിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കൂറിൽ മത്സരിച്ചാൽ അവിടെയും 6 മാസത്തിനകത്ത് തിരഞ്ഞെടുപ്പ് വരും. ഇപ്പോൾ 2 തിരഞ്ഞെടുപ്പ് വരുത്തിക്കൊണ്ട് കേരളത്തിൽ MLA-ആയി മത്സരിക്കാത്ത ഒരാളെ കൊണ്ടുവരുന്നതിലുള്ള ഒരു അനൗചിത്യം വളരെ വലുതായി കേരള സമൂഹത്തിൽ കിടപ്പുണ്ട്. അത് പൊളിറ്റിക്കലായിട്ട് കോൺഗ്രസ് എങ്ങനെയാണ് മറുപടി പറയുക നമുക്കറിയില്ല. അതൊരു പാർട്ടിയാണ്, അവർക്ക് അവരുടേതായ ന്യായങ്ങളും കാര്യം. ഇപ്പോൾ ആരോ ഇന്നലെ ചോദിച്ച പോലെ ഭൂരിപക്ഷം MLA-മാർ പറഞ്ഞാൽ പിന്നെ അതല്ലേ വേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ ന്യായങ്ങൾ നമുക്ക് ആരെ കൊണ്ടുവന്നാലും അതിന് അതിൻ്റേതായ ന്യായങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ രമേശ് ചെന്നിത്തല കൊണ്ടുവരണമെങ്കിൽ പറയുന്നത് എന്തായിരിക്കും? മുൻ മന്ത്രിയും അനുഭവ പരിചയവുമുള്ള നേതാവ് എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തല പരിഗണിച്ചു. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ VD സതീശനെ പരിഗണിച്ചു. AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയും കേരളത്തിലെ MLA-മാർ കൂടുതൽ പറഞ്ഞ ആളുകൾ എന്നുള്ള നിലയിൽ VD സതീശ് പിന്നെ KC വേണുഗോപാലിനെ പരിഗണിച്ചു. അപ്പോൾ എല്ലാത്തിനും ന്യായമുണ്ട്. പക്ഷേ പിന്നെ ഒരു പ്രശ്നം വരുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ ഒരു മനസ്സ് VD സതീശന് അനുകൂലമായി മാറിയിരിക്കുന്നു എന്നൊരു വാദവുമുണ്ട്. അതേസമയം ദീപാദാസ് മുൻഷിയുടെ മനസ്സ് KCക്കും അനുകൂലമാണ്, VDക്കും അനുകൂലമാണ്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. AK ആൻ്റണി ആർക്ക് വേണ്ടി മനസ്സ് തുറന്നു എന്നറിയാൻ കഴിയുന്നില്ല. AK ആൻ്റണി മിക്കവാറും മനസ്സ് തുറക്കാൻ സാധ്യതയുള്ളത് VD സതീശന് വേണ്ടി ആയിരിക്കും, ഇനിയല്ല KC വേണുഗോപാലിന് വേണ്ടിയിട്ടാണോ. അതേസമയം മറ്റ് സ്റ്റേറ്റുകളിലുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ ധാരാളമുണ്ട്.
അവരുടെ ഈ രാഹുൽ ഗാന്ധിയുടെയും ഒരു ഗുഡ് ബുക്കിലൊക്കെയാണ് കെ സി വേണുഗോപാൽ. അത് വർക്കൗട്ട് ചെയ്യുമോ? അത് സമ്മർദ്ദമായി മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അടുത്ത് അതൊരു സമ്മർദ്ദമായി പോയി. അങ്ങനെ കെ സി വേണുഗോപാലിനൊരു സാധ്യത വരുമോ? എന്തായാലും അതോ 2.5 വർഷം വീതം ആർക്കെങ്കിലും സാധ്യത വരുമോ? 2 പേർക്ക് സാധ്യത വരുമോ? അപ്പോൾ അടുത്ത വേറൊരു ചോദ്യമുള്ളത്, വേറൊരു സമ്മർദ്ദ രാഷ്ട്രീയം ഇവിടെ വരുന്നത് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നു, മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഞാനില്ല, ഞാൻ മന്ത്രിയാകാൻ എന്തായാലും ഞാനില്ല, ഞാനൊരു സാധാരണ MLA ആയി പ്രവർത്തിച്ചു കൊള്ളാം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു തീരുമാനം വന്നാൽ അത് 5 വർഷവും ഒരു കല്ലുകടിയായിരിക്കും അസംബ്ലിയിലും പൊതുസമൂഹത്തിലും. കാരണം വി ഡി സതീശനെ മന്ത്രി പോലും ആകാതെ അദ്ദേഹം ഇരുന്നാൽ അത് വലിയൊരു കല്ലുകടിയായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് പരിഹരിക്കുക? ഇനി ഉപമുഖ്യമന്ത്രി സ്ഥാനം വെച്ച് പരിഹരിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും വളരെ രസകരമാണ് കാര്യങ്ങൾ. 3 പേർക്കും മെരിറ്റുണ്ട്, ഡീമെരിറ്റുണ്ട്. ഈ ഡീമെരിറ്റും മെരിറ്റിൻ്റെയും ഒരു കാൽക്കുലേഷൻ എങ്ങനെയാണ് കേന്ദ്രം എടുക്കുന്നതെന്നറിയില്ല. ഇതിനിടയിൽ മാത്യു കുഴൽനാടിൻ്റെ ഒരു പ്രസ്താവന കുറച്ചൊരു അപക്വമായോ എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഘടകകക്ഷികൾ എന്തിനാണ് അഭിപ്രായം പറയുന്നത് ചോദിച്ചാൽ, എല്ലാ ഘടകകക്ഷികളും അഭിപ്രായം പറഞ്ഞല്ലോ. CP ജോൺ, ഒരു MLA ഉള്ള CP ജോൺ പോലും അഭിപ്രായം പറഞ്ഞല്ലോ AICC വന്ന നിരീക്ഷകരോട്. P ജോസഫ് സാറിൻ്റെ അഭിപ്രായം പറഞ്ഞല്ലോ. എല്ലാവരും, ഷിബു ബേബിജൻ അഭിപ്രായം പറഞ്ഞല്ലോ. അപ്പോൾ അഭിപ്രായം ചോദിച്ചു പറഞ്ഞു എടുക്കുകയും വേണം. ഒരു ഘടകകക്ഷി സംവിധാനത്തിൽ പ്രത്യേകിച്ച് 10-20 സീറ്റിൽ ജയിച്ചിട്ടുള്ള മുന്നണിയിലെ 2ാമത്തെ പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള ലീഗിൻ്റെ ഒരു അഭിപ്രായം എടുക്കണ്ടേ? അങ്ങനെ എടുത്തതിൽ തെറ്റില്ലല്ലോ. അതിപ്പോൾ തിരിച്ചല്ല, അഭിപ്രായങ്ങൾ പറയുമല്ലോ, അഭിപ്രായമാണല്ലോ. അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇരുമ്പിലൊക്കെ ഒന്നും അല്ലല്ലോ. അത് പറയുന്നത് കൊണ്ട് ഇപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം ആരൊക്കെ വേണ്ടിയിട്ടോ ഒരു അഭിപ്രായം ലീഗ് പറഞ്ഞതുകൊണ്ട് അത് കോൺഗ്രസ് എടുക്കണമെന്നില്ല. പക്ഷേ അഭിപ്രായം പറഞ്ഞതിനെതിരെ മാത്യു കുഴൽനാടൻ്റെ ഒരു അഭിപ്രായം വന്നത് ഒരു കുറച്ച് അപക്വമായിപ്പോയി. അതുപോലെ ചാനലുകളാണോ തീരുമാനിക്കുന്നതെന്നൊക്കെ ചോദിച്ചത്. കാര്യം മാത്യു കുഴൽനാടന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ളത് ചാനലുകളിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ കൊണ്ടുവരുന്ന ബോംബുകളാണ് എന്നുള്ള നിലയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന വിഷയങ്ങളുള്ള പ്രതിപത്തി കൊണ്ടാണെങ്കിലും വലിയ പ്രമോഷനും ഹൈക്കുമാണ് കേരളത്തിലെ ചാനലുകൾ മാത്യു കുഴൽനാടന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചാനലുകൾക്കും അജണ്ടയുണ്ടോ എന്നൊക്കെ നിലയിലൊക്കെയുള്ള 2 വിമർശനവും, ചാനലുകളോടുള്ള വിമർശനവും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി ലീഗിന് വേണ്ടി കണ്ടതിൻ്റെ, അതായത് AICC ഭാരവാഹികളെ നിരീക്ഷകരെ കണ്ടതിലുള്ള ഒരു നീരസവും മാത്യു കുഴൽനാടന് ഒഴിവാക്കാമായിരുന്നു. പക്ഷേ ഓരോ പൊളിറ്റിക്കൽ ലീഡർമാർ ഓരോ തരത്തിലാണ്. പക്ഷേ അത് ഒഴിവാക്കാമായിരുന്ന ഒരു 2 സ്റ്റേറ്റ്മെൻറ്റാണ്. പറയേണ്ട ആളുകൾ അഭിപ്രായം പറയട്ടെ, KPCC തീരുമാനം അല്ല AICC തീരുമാനം എടുക്കും എന്ന് പറഞ്ഞ് ഒരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞ് പോകണമായിരുന്നു. അവിടെ ഒരു അമിതാവേശം, ഏതെങ്കിലും നേതാക്കളോടുള്ള ആവേശമോ, ഏത് നേതാക്കളെന്നിപ്പോൾ നമ്മൾ പറയുന്നില്ല, നമുക്ക് കാര്യങ്ങൾ അങ്ങനെ പറയുന്നത് ശരിയല്ല. കാരണം നമുക്കറിയില്ല ഏത് ഗ്രൂപ്പെന്ന്. എന്തായാലും ഏതെങ്കിലും വ്യക്തിയോടുള്ള ആവേശമോ എന്തോ ബഹളമോ എന്തായാലും അത് അത്രയും ഒന്ന് ആവേശപ്പെടേണ്ടായിരുന്നു. ചാനലുകൾ മാത്യു കുഴൽനാടനെ പോലെയുള്ള, ഷാഫി പറമ്പിൽ പോലെയുള്ള, ചാണ്ടിയുമ്മനെ പോലെയുള്ള ആളുകളുടെ ബൈറ്റൊക്കെ എടുക്കുന്നത് അവർക്ക് കൊടുത്തിരിക്കുന്നൊരു ഹൈപ്പിൻ്റെ ഭാഗം കൂടിയിട്ടാണ്. ആ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഹൈപ്പൊന്നും ഇല്ലാതാക്കരുത്. അത് വളരെ പ്രധാനമാണ്. ഇന്നലെ ചാനലുകളെയും മോശമാക്കി പറഞ്ഞു. അതൊരു ശരിയായ ഒരു നടപടിയല്ല. അതൊന്ന് ഒഴിവാക്കാമായിരുന്നു. അതുപോലെ തന്നെ ലീഗ് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞതിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലായിരുന്നു. കാരണം എല്ലാവർക്കും അഭിപ്രായം പറയാൻ അവസരം കൊടുത്ത സാഹചര്യത്തിൽ ലീഗും അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം ഇരുമ്പുലൊക്കെയല്ല, കൃത്യമായി കോൺഗ്രസിനും KPCCക്കും AICCക്കും അത് മാറ്റാം. അതിനകത്തൊരു തർക്കമില്ല. എന്നാൽ അഭിപ്രായം പറഞ്ഞതിനെ, ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞതിന് എന്തിന് അഭിപ്രായം പറയുന്നു, KPCCയുടെ പാർലമെൻ്ററി PLCയുടെ പിന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ കമ്മിറ്റിയുടെ കാര്യങ്ങളിൽ പാർലമെൻ്ററി ലീഡർ ആരാകണമെന്ന് ലീഗ് എന്തിന് പറയുന്നു എന്നുള്ള ഒരു വളരെ സാങ്കേതികമായൊരു ചോദ്യം ചോദിച്ചത് തീർച്ചയായും ഒഴിവാക്കാമായിരുന്നു.